ഓർത്തോഗ്നാറ്റിക് സർജറി കൊണ്ടിട്ട് നമുക്ക് ജോ ലൈൻ മച്ച് മോർ കോൺട്രോൾഡ് ആക്കാൻ പറ്റുമോ? പറ്റും. ചിലർക്ക് താടി കുറച്ച് മുമ്പോട്ടിരിക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനെ ലോവർ ഫേസ് മാത്രം മുമ്പോട്ടിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരിൽ അത് പുറകോട്ടൊരു നോർമൽ അപ്പിയറൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. ഫേസ് ഇപ്പോൾ 1/3 ആയിട്ട് ഡിവൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ മിഡിൽ 1/3 ഈ ഭാഗത്ത് ചിലപ്പോൾ കുറച്ച് അകത്തേക്ക് പതിഞ്ഞിരിക്കുകയായിരിക്കും. അതെ. ചീക്ക് ഒരു ഫ്ലാറ്റ് ചീക്ക് എന്ന് പറയുന്ന പോലെ. അങ്ങനത്തെ ആൾക്കാരിൽ ചീക്കിനെ കുറച്ചും കൂടി പ്രോമിനൻ്റ് ആയിട്ട് ഈ എല്ല് മാത്രം മുമ്പോട്ട് അതിനെ കൊണ്ടുവരാൻ അങ്ങനെ പോസിബിൾ ആണ്? പറ്റും. ദാറ്റ് ഇസ് പോസിബിൾ. പറ്റും. അപ്പോൾ ഇത്രത്തോളം വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഓർത്തോഗ്നാറ്റിക് സർജറി അല്ലേ? അതെ. ബേസിക്കലി നമ്മുടെ മുഖത്തിൻ്റെ അസ്ഥി സ്കെലറ്റൽ സ്ട്രക്ചർ നമ്മൾ പൊസിഷൻ മാറ്റുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് താടിയലിൻ്റെ നീളം കൂടുതലായിരിക്കും, താടിയലിൻ്റെ നീളം കുറവായിരിക്കും. പലപ്പോഴും പല്ല് പൊന്തിയിരിക്കുന്നു എന്ന് പറയും. അത് താടിയലിൻ്റെ ഡിഫറൻസ് കാരണമായിരിക്കും ആ പല്ലിൻ്റെ പൊസിഷൻ അങ്ങനെ ഇരിക്കുന്നു. താടിയലിൻ്റെ നീളം കുറവ് കാരണം കൂർക്കം വലി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടാവും. ഈ ഫങ്ഷണൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഫങ്ഷണൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരാളുടെ ബൈറ്റ് ശരിയാവില്ല, സ്പീച്ച് ശരിയാവില്ല. ഇപ്പോൾ നമ്മൾ താടിയലിൽ ഒരുപാട് മുന്നോട്ടിരിക്കുകയാണെങ്കിൽ നാക്കിൻ്റെ പൊസിഷൻ തന്നെ മാറുകയാണ്. അപ്പോൾ നമ്മുടെ സ്പീച്ച് ലിസ്പ് എന്ന് പറയും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് താടിയലിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ.